Sa? Lulu market. Mungkin dapat karya kita. Nepal lah. Malik Bos. അങ്ങനെ ഞാൻ പുതിയ രാജ്യത്തെത്തിയിട്ടാ. ഇതാണ് പുതിയ രാജ്യം. എങ്ങനെ എത്തിയെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. മുന്നത്തെ വീഡിയോ ഇനി കണ്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. എങ്ങനെ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. എങ്ങനെ ഇവിടെ എത്തി ഞാൻ എങ്ങനെ വരാമെന്നുള്ള കേട്ടോ. ഞാൻ വന്നിരിക്കുന്നത് തിരൂരിൽ നിന്നാണ്. ഞാൻ തിരൂരിൽ നിന്നാണ് യാത്ര ചെയ്തത്. തിരൂരിൽ നിന്ന് ഗോരഖ്പൂർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്ക് അവിടുന്ന് ബസ് അവൈലബിൾ ആണ്. മീൻസ് ഷെയർ ടാക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇങ്ങോട്ട് എത്താൻ. നേപ്പാളിൻ്റെ ബോർഡറിലാണ് ഞാൻ നിൽക്കുന്നത്. സുനോലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുന്ന് നമുക്ക് ഏകദേശം പൊക്ര എന്ന സ്ഥലത്തേക്ക് ഏകദേശം 6 മണിക്കൂറിനടുത്ത് യാത്ര വരുന്നുണ്ട്. ഇനി അവിടേക്ക് നമ്മൾ പോകാനുള്ളൂ കേട്ടോ. രാവിലെ ഒരു ചായയിൽ തുടങ്ങാം. ചായക്ക് 15 രൂപ കേട്ടോ. അവിടെ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. കണ്ടില്ല, ഇതാണ് ഇവിടുന്ന് പോകാനുള്ള ബസ്സുകളൊക്കെ. ചോദിച്ചുകൊണ്ട് റേറ്റ് കാര്യങ്ങളൊക്കെ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. 800 രൂപ വരെ ടിക്കറ്റ്. അവിടെ നമ്മുടെ 1500, ഇതിന് 1500. ആ ബസ്സിന് പറഞ്ഞത് എത്രയെന്ന് വെച്ചാൽ 800 അതിൽ കുറഞ്ഞ ബസ്സാണ്ട് പോകണില്ല എന്ന് പറഞ്ഞത്. ഇതാണ് പോകാനുള്ള ബസ്. നമ്മളെ ബാഗ് അവിടെ കൊടുത്തിക്കണേ. മഴ പെയ്യൂല എന്നാണ് പറയുന്നത്. എന്താ പാടം കണ്ടറിയാം. എന്താ ഒരു സാധനം കൊടുത്ത് സെറ്റാക്കി വെച്ചിരിക്കണേ. ഇനി യാത്ര ആൾ ഫുള്ളായി തുടങ്ങുള്ളവരെന്തായാലും. അങ്ങനെ ബസ് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 9:30 ബസ് എടുത്തപ്പെട്ടാ. ആളൊന്നും ഫുള്ളായിട്ടുണ്ടായിരുന്നില്ല. ഇത്ര പോകുള്ളൂ എന്ന് വിചാരിച്ച് നിന്ന് ബാക്കി സംഭവിച്ചാൽ പറഞ്ഞത് പിന്നീട്. എന്തായാലും നമ്മൾ ബസ് സ്റ്റാർട്ട് ചെയ്ത് 800 രൂപ ഒരാൾക്ക് വന്നത് ഞാൻ ആദ്യം പറഞ്ഞു തന്നിട്ടാ. ഇതുപോലെ നല്ല അടിപൊളി വഴികളുണ്ട്. വിഷയം എന്താ വെച്ചാൽ സീറ്റിങ്ങിൻ്റെ ലെഗ് പൊസിഷനൊക്കെ വളരെ ലെങ്ത്ത് കുറവാണ്. അപ്പോൾ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിച്ചോണ്ടി. മാക്സിമം നല്ല വലിയ ബസ് നോക്കി എടുത്താൽ മതി. വലിയ ബസ്സുള്ള അവൈലബിൾ ടൈമുണ്ട്. പക്ഷേ അത് 1-2 ടൈമിലുള്ളൂ. കൂടുതൽ ടൈം ചോദിച്ചു എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ഇല്ല പറഞ്ഞപ്പോൾ ഇത് എടുത്തേട്ടാം. ഇത് വലിയ എടുക്കാൻ തന്നെ ഡ്രൈവർ ബാക്ക് സീറ്റിൽ ഇരുന്നാൽ മതി. ഹൈറ്റുള്ള ആളാണെന്നുണ്ടെങ്കിൽ കാലിൻ്റെ മുട്ട് സീറ്റിൻ്റെ ബാക്ക് തട്ടുന്ന സീൻ ഉണ്ടാവും. നമ്മൾ ഏകദേശം ഒരു 8 മണിക്കൂർ മുതൽ 9 മണിക്കൂർ ഈ ബസ്സിൻ്റെ ഉള്ളിലാണ് കഴിച്ച് കൂട്ടാനുള്ളത്. അപ്പോൾ ആ ഒരു ഇതോടുകൂടി നിങ്ങൾ ബസ്സിൽ കയറുക. കാരണം ബസ് മിനി ബസ് ആയതുകൊണ്ട് ഉള്ള ആൾക്കാർ മുഴുവൻ വരെ ഇതിൽ കുത്തി കയറ്റും ചെയ്യും. ഒരാൾ ഒഴിവാക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം വരാണ്ട് അതാണ് ഞാൻ മുൻകൂട്ടി പറയാനുള്ള കാരണം. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തൽ 2 മണി ആ ടൈമിലാണ്. 1:30-2 മണി ടൈമിലിട്ടാണ്. ഇവിടെ എന്തൊക്കെ ടണൽ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ എന്തായാലും വരുന്ന ടൈമിലൊക്കെ ഞാൻ അപ്ഡേഷനൊക്കെ അടിപൊളിയായിട്ട് വരുമെന്ന് വിചാരിക്കണേ. നല്ല തകൃതിയിൽ പണി നടക്കുന്നുണ്ട്. ഇവിടെ വരുന്ന സൈഡാണ്. അപ്പുറത്ത് വരെ കാണാൻ പറ്റും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ. ഞാൻ നിൽക്കുന്നത് റൈറ്റ് സൈഡാണ്. ലെഫ്റ്റ് സൈഡ് എന്നാലും കുറച്ചുകൂടി നല്ല അടിപൊളി കാഴ്ച കാണാൻ പറ്റും. സംഭവം എന്താ വെച്ചാൽ ഞാൻ സീറ്റിങ്ങിൻ്റെ കംഫർട്ട് നോക്കി വന്നേട്ടോ. മറ്റോട് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡോറിൻ്റെ സൈഡിൽ ഇങ്ങനെ കാല് തട്ടുന്ന ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് യാത്ര സുഖം ഉണ്ടാവില്ല. ഇത് മഞ്ഞ് കുറച്ചും കൂടിയൊക്കെ പെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ അടിപൊളി മഞ്ഞിപ്പില്ല. ഓൾറെഡി ഇവിടെ നല്ല തണുപ്പാണ്. ഈ മലൻ്റെ മേലേക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിന്ന ടൈമിൽ 14 ഡിഗ്രി 12 ഡിഗ്രി തണുപ്പ്. ഈ താഴത്തേക്ക് ഇറങ്ങും തോറും തണുപ്പ് കുറഞ്ഞു പോകും. ആ കാര്യത്തിൽ പിന്നെ സമാധാനം ഉണ്ട്. എന്തായാലും ജാക്കറ്റൊക്കെ ഇട്ടാണ് എല്ലാവരും വന്നിക്കണ് ബസ്സിലൊക്കെ കേട്ടോ. ഡ്രൈവറൊക്കെ 3 കുപ്പായിട്ടിരിക്കണം, 3 പിന്നെ യാത്ര തുടങ്ങുന്നത് പല ടൈമിലുണ്ട്. രാവിലത്തോടു കൂടി ഈ പാക്ക് നിൽക്കും. പിന്നെ വൈകിട്ടാവും. രാത്രി ഇതിൽ കൂടി കവർ ചെയ്ത് പോകുന്ന രീതിയിലുള്ള യാത്ര ഒരിക്കലും ചൂസ് ചെയ്യരുത്. കാരണം നല്ല ബാക്ക് പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അത് മാത്രമല്ല യാത്ര അത്ര സുഖമൊന്നും ഉണ്ടാവില്ല. ഉറക്കം അത്ര കംഫർട്ട് ആവില്ല ഈ ബസ്സിൽ ഇരുന്നിട്ടുള്ളത്. കാരണം ചെറിയ ബസ്സായതുകൊണ്ട്. പിന്നെ വോൾവോ ബസ് AC ഒക്കെ ബസ് സർവീസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനത്തെ ബസ് ഇതിൽ സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഈ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് സർവീസ് ത്രൂ പോണത്. ഇനി ഇവിടെ നിന്നുള്ള പരിപാടി എന്താ വെച്ചാൽ ആദ്യം റൂം എടുക്കണം. റൂം 500 രൂപ നേപ്പാളി മണിക്ക് മുതൽ 300 രൂപ ഒക്കെ റൂം അവൈലബിൾ ആണ്. അങ്ങനത്തെ ഒരു ടീംസിനെ നമ്മൾ കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സംസാരിച്ചിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി ഡീൽ ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ സ്റ്റേ കാര്യങ്ങൾ അവൈലബിലിറ്റി ഒക്കെ. എന്തായാലും 1 മണിയാക്കാനായി. ഏതായാലും ഇനി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കാണാം. ഓക്കെ. ചോറ്, ദാല് കറി, ഇതെന്താണ് ഇതിൻ്റെ പേര് മറന്നിരിക്കുന്നത്. ബീട്രൂട്ട് എന്താണ് ഉരുളൻകിഴങ്ങ് സബ്ജി എല്ലാം കൂടി ഉണ്ട് കേട്ടോ. ഇവർ നമ്മളെ കൂടെ ബസ്സിലിരുന്ന് വന്ന ആൾക്കാരാണ്. എൻ്റെ ഫ്രണ്ടാണ് വന്നിട്ട് ബസ്സിലത്തെ ആൾക്കാർ ഇവിടെ ഉണ്ടാവും കേട്ടോ. ഇവരാണ് പറഞ്ഞത് കഴിച്ചാൽ മതിയായിരുന്നു. അങ്ങനത്തെ എടുത്ത് തുമാറിനാ ഗീത കേരളക്കാർ കേട്ടാ. ലുലു ഒക്കെ മാലും. ലുലു സാ Lulu market. mungkin dapat karya kita. Nepal Malik Bos. Malik Bos. Mera husband. Husband ലുലുലാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞത്. ഹോട്ടൽ. ഫുഡ് കഴിക്കാൻ വന്നേന്ന്. സിയോ ഫുഡ് കഴിക്കാൻ വന്നേന്ന്. അവർക്ക് ലുലു ഒക്കെ അറിയാം. കേരളം എവിടെ എന്ന് വെച്ചപ്പോൾ കേരളത്തിൽ എവിടെ എന്ന് ചോദിച്ചതിനോട്
അപ്പോൾ ഞാൻ പറഞ്ഞ് മലപ്പുറം പറഞ്ഞു. അപ്പോൾ എന്നോട് ലുലു ഒക്കെ പറ്റി ചോദിച്ചത്. അപ്പോൾ അവർക്കറിയട്ടെ നേപ്പാളിൽ വരെ ലുലു ഫേമസ് ആണ്. ഇനി ഏതായാലും ഒന്ന് ഉറങ്ങട്ടെ. ഏതായാലും 5 മണി നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തണം. ഇനി എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇനി ശരിയാവില്ല. നമ്മളിങ്ങനെ ആ ഭാഗത്തായിട്ടുള്ള ബസ് ഇറങ്ങിയത്. ബസ്സിന് വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല. ഒന്നാമത് ലഗേജ് ഉണ്ടായിരുന്നു, പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഏകദേശം 9 മണിക്കൂർ യാത്ര ചെയ്ത് എത്തിയത്. ഇത് വാങ്ങാൻ ഇറങ്ങിയത്, നൂഡിൽസ് വാങ്ങാൻ ഇറങ്ങിയതട്ടാ. അതുണ്ടാക്കിയിട്ട് ഇന്ന് കഴിക്കണം. അതാണ് ഇന്നത്തെ പരിപാടി. ഭയങ്കര റേറ്റാണ് ഫുഡിനൊക്കെ അവിടെ. ഭയങ്കര റേറ്റ് മീൻസ് ഉണ്ടല്ലേ 600-500 റുപ്യ. 500 റുപ്യൻ്റെ ഇന്ത്യൻ മണി ഏകദേശം ഒരു 400 രൂപ സംതിങ് ആവും. മുകളിലായിട്ട് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. നൈറ്റ് അതിന് ക്ലിയർ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. റൂം കാര്യങ്ങളൊക്കെ ഇവർക്ക് ഡൈനിങ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവരെ മെനു കാര്യങ്ങളൊക്കെ. ബൈൻ്റെ ഗസ്റ്റ് ഹൗസ് ഇട്ടാ. ആര് വന്നാലും 500 രൂപയ്ക്ക് 2 ആളുടെ ഇവിടുന്ന് റൂം കിട്ടും. പിന്നെ കിച്ചണ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇവർ ഫാമിലി ആയിട്ട് ഇവിടെ നിൽക്കണേ. നമ്മൾ റൂം മുകളിലാണ്. ഞാൻ റൂം മുകളിൽ ഇത്തിരി കാണിച്ചു തരാം. ഇതാണ് റൂം ഇട്ടാ. സോറി, ഇതാണ് റൂം. ഫാനൊക്കെ ഉണ്ട്. തണുപ്പത് ഫാൻ്റെ ആവശ്യമില്ലല്ലോ. 500 രൂപ 3 ആൾക്ക് വരെ എടുക്കാം. സംസാരിച്ചാൽ 3 ആൾക്കും കിട്ടൂട്ടാ. ഞാൻ 1700 പറഞ്ഞ്, പിന്നെ 600 ആക്കി, പിന്നെ ലാസ്റ്റ് 500-ന് തരാമെന്നാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരും, അപ്പോൾ അവർക്ക് കൊടുക്കണം എന്നാണ്. അപ്പോൾ എല്ലാവർക്കും തരാമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഏരിയയിൽ വരേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ഇവിടെ വന്നിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നേപ്പാൾ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ബോർഡറിലാണ് ഇറങ്ങുക. ഏകദേശം 1 കിലോമീറ്റർ നടക്കാണ്ട്, 800 മീറ്ററിൻ്റെ അടുത്ത് നടക്കാണ്ടാവും ഇന്ത്യൻ്റെ ബോർഡറിൽ നിന്ന് നേപ്പാളിൻ്റെ ബോർഡർക്ക്. അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നടന്നാൽ മതി. ജസ്റ്റ് ഓട്ടോക്കാരൊക്കെ വരും, കയറേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ആദ്യം തന്നെ സിം എടുക്കുക. സിം 400 രൂപക്ക് 7 ദിവസം അൺലിമിറ്റഡ് ഡാറ്റയാണ്. 4G ഉണ്ടാവുള്ളൂ. കുഴപ്പമൊന്നുമില്ല, നമ്മളെല്ലാ പരിപാടിയും നടക്കും. നാട്ടിലും 4G തന്നെയാണല്ലോ. ഒന്നത്. രണ്ടാമത് നമ്മൾ പൈസ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും അവിടുന്ന് തന്നെ. പൈസ എക്സ്ചേഞ്ചിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 1000 ഇന്ത്യൻ മണി കൊടുത്താൽ 1600 നേപ്പാളി മണി നമുക്ക് തരും അവർ കേട്ടോ. പിന്നെ എല്ലായിടത്തും ഒരു സ്ഥലത്തൊക്കെ ഇന്ത്യൻ്റെ ക്യാഷ് അവരെടുക്കും. ചോദിച്ചാൽ അവർ ഇന്ത്യൻ്റെ മണീൻ്റെ റേറ്റും പറയും. സാധനത്തിൻ്റെ 2 ക്യാഷ് പറഞ്ഞുതരും. ഫോർ എക്സാമ്പിൾ നമ്മൾ കുടിവെള്ളം എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ്റെ പൈസ കൊടുക്കുകയെന്ന് 20 കൊടുക്കേണ്ടി വരും. ഇന്ത്യൻ പൈസ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ 20, നേപ്പാളി എന്നുണ്ടെങ്കിൽ 30. അങ്ങനെ പല റേറ്റും പലതും വരും. 20 ചിലയിടത്ത് വെക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുള്ള, നമ്മൾ ചെക്ക് പോസ്റ്റാണ് തൊട്ടടുത്ത്. നമ്മൾ ബസ് മീൻസ് നമ്മൾ എങ്ങനെയാണോ വരുന്നത് ചെക്ക് പോസ്റ്റിക്ക്, അവിടുന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് 100 മീറ്റർ അല്ല, സോറി 800 മീറ്റർ നടന്നാൽ മതി നേപ്പാൾ ചെക്ക് പോസ്റ്റ് എത്തും. ചെക്ക് പോസ്റ്റിനോട് ചെക്കിങ് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് എൻട്രൻസ് ആവുള്ളൂ. പിന്നെ ചെന്നപാട് സിം എടുക്കുക. സിമ്മിന് 400 രൂപ ഉള്ളൂ. അൺലിമിറ്റഡ് നെറ്റാണ്. 7 ദിവസത്തേക്കാണ് പാക്കുള്ളത്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യാറുള്ളതിന്. ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ 1000 ഇന്ത്യൻ മണി കൊടുത്താൽ 1600 നേപ്പാളി മണി കിട്ടും. അതും സെറ്റാണ്, വേറെ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ റൂംസിനൊക്കെ 500 രൂപ 400 രൂപ 600 രൂപക്ക് റൂംസ് കിട്ടും. നോക്കിയിട്ട് എടുക്കുക, ഉള്ളിൽ ചെന്ന് നോക്കിയിട്ട് ബാത്റൂം കാര്യമൊക്കെ ചെയ്യേണ്ടെടുക്കുക. അപ്പോൾ റൂം എടുത്ത് നേരത്തെ കാണിച്ചു തരാം. അതേപോലത്തെ റൂമൊക്കെ നല്ല കുഴപ്പമൊന്നുമില്ല. 500 രൂപക്ക് 2 ആൾക്ക് വെർത്താണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടേക്ക് എത്തിപ്പെടാനുള്ള, പിന്നെ നമ്മൾ ബോർഡറിൻ്റെ അവിടെ നിന്ന് നമ്മളിപ്പോൾ കാഠ്മണ്ഡു പൊക്ര ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. പൊക്ര ഭാഗത്ത് നിൽക്കണം. ഇവിടേക്കുള്ള ചാർജ് ബസ്സിന് എന്ന് പറഞ്ഞാൽ പലർക്കും നല്ല പണി കിട്ടുന്നതാണ്. മിനി ബസ് കയറാന്നുണ്ടെന്നുണ്ടെങ്കിൽ കുലുങ്ങി ഊപ്പാട് ഇളക്കും. അപ്പോൾ ബസ് കയറാന്നുണ്ടെങ്കിൽ 800 രൂപയാണ് ചാർജ് മിനി ബസ്സിന്. ഒരു 1000, 1500, 1800 ഒക്കെ പറയും. ബാർഗൻ ചെയ്താൽ 800 രൂപ കിട്ടും. പിന്നെ ടിക്കറ്റ് കൗണ്ടറിനോട് അന്വേഷിച്ചാൽ അതിനെക്കാട്ടും ഈ 800 റേറ്റ് തന്നെ കിട്ടുള്ളൂ. അവർ നേരിട്ട് നമ്മൾ ചോദിക്കുന്ന റേറ്റ് കൂട്ടി പറയും. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി എല്ലാവരും. പിന്നെയെന്ന് പറഞ്ഞാൽ വലിയ വാനുണ്ട്. വാനിൽ ഒരിക്കലും കയറരുത്, നല്ല യാത്രാക്ഷീണം ഉണ്ടാവും. എൻ്റെ കൂടെ വേറെ ടീംസ് വന്നിരുന്നു, അവരിൻ്റെ മുന്നെത്തിക്കണം. അവർ പറയും വാൻ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട്. വലിയ ബസ് കിട്ടും, അല്ലെങ്കിൽ കുറച്ചുകൂടി മിനി ബസ് കിട്ടും. രണ്ടിലേത് നിർത്താൽ മതി. മിനി ബസ് കുറച്ച് ഹൈറ്റുള്ള ആളൊക്കെ കാല് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനേക്കാൾ നല്ല കുറച്ചുകൂടി വലിയ ബസ് കിട്ടും. കുറച്ച് വെയിറ്റ് ചെയ്താൽ മതി അവിടെ. അപ്പോൾ അത് എടുത്താൽ മതി. 800 രൂപ ഉള്ളൂ ചാർജ്. ആരും കൂടുതൽ ചാർജ് ഒന്നും കൊടുക്കണ്ട. ഓക്കെ. പിന്നെ എന്തായാലും നാളെ ഞാൻ നേപ്പാളിൻ്റെ പുറം ലോകത്തെ കാഴ്ചകൾ വെച്ച് വരണ്ടേ. അപ്പോൾ അഭിപ്രായങ്ങളും കമൻറ്റും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. കമൻറ്റിലാണ് അറിയിച്ചാണ്ടി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.